ഇടുക്കി വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ ബലാത്സംഗത്തിന് ഇരയായി 6 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ അർജുനെ കോടതി വെറുതെ വിട്ടു. കട്ടപ്പന അതിവേഗ പോക്സോ കോടതിയുടേതാണ് നടപടി. തെളിവുകളുടെ അഭാവമാണ് വിധിക്ക് കാരണമായതെന്നാണ് സൂചന. അതേസമയം വിധി വന്നതിന് പിന്നാലെ കോടതി സാക്ഷിയായത് നാടകീയവും അതിവൈകാരികവുമായ രംഗങ്ങൾക്കാണ്. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ ബലാത്സംഗത്തിന് ശേഷമുള്ള കൊലപാതകമെന്ന് കണ്ടെത്തി. അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബസുഹൃത്തായ അർജുൻ അതിവേഗം പോലീസ് പിടിയിലായി. സാഹചര്യ തെളിവുകളും മൊഴികളുമെല്ലാം അർജുന് എതിരായി വന്നു. 3 വയസ്സ് മുതൽ അർജുൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു എന്നും മിഠായി വാങ്ങി നൽകി പ്രലോഭിപ്പിച്ചാണ് അർജുൻ പീഡനം നടത്തിയിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. തെളിവെടുപ്പിൽ കൊലപാതകം നടത്തിയത് എങ്ങനെയെന്നും പുറത്തേക്ക് ഏതുവഴി പോയി എന്നുള്ളതെല്ലാം അർജുൻ വ്യക്തമായി പോലീസിന് കാണിച്ചു നൽകുകയും ചെയ്തു. കേസിൽ സാക്ഷികളാക്കിയിരുന്ന 48 പേരെ വിസ്തരിച്ചു. 69-ലധികം രേഖകളും 16 വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആരോപണമാണ് നിലവിൽ ശക്തമാകുന്നത്. CPM-ന്റെയും DYFI-യുടെയും സജീവ പ്രവർത്തകനായിരുന്ന അർജുൻ കേസിൽ പ്രതിയായതിനു പിന്നാലെ CPM പ്രാദേശിക ജില്ലാ നേതൃത്വത്തിന്റെയും LDF നേതാക്കളുടെയും സ്ഥലം MLA-യുടെയും ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണം ഉയർന്നിരുന്നു. CPI മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാമനും ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്ന സംശയം പ്രകടിപ്പിക്കുന്നു. ഈ ഇടപെടലുകളിൽ പ്രതിയെ രക്ഷിക്കാനുള്ള പഴുതുകൾ പോലീസ് തന്നെ ഉണ്ടാക്കിയോ എന്നതാണ് ഇനി അന്വേഷിക്കപ്പെടേണ്ടത്. കേസിൽ പ്രതിഭാഗത്തിനായി വാദിച്ചത് മുൻ SFI നേതാവും മുതിർന്ന CPM നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള അഭിഭാഷകനാണെന്നുള്ളത് ബാഹ്യ ഇടപെടൽ എന്ന ആരോപണത്തിന്റെ മൂർച്ച കൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് കേസിൽ പുനരന്വേഷണം വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പീലുമായി മുന്നോട്ടു പോകുമെന്ന് പ്രോസിക്യൂഷനും പറയുന്നു. പ്രതി അർജുൻ അല്ലെങ്കിൽ പിന്നെ ആരെന്ന ചോദ്യം മാത്രം ബാക്കി. ജനം, ഇടുക്കി.